മലപ്പുറം നഗരസഭയുടെയും സമീപ പഞ്ചായത്തുകളുടെയും ദീർഘകാല ജലക്ഷാമത്തിന് ഇതാ ഒരു പരിഹാരമായിരിക്കുന്നു. ഈ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി നമ്മുടെ സമീപ പ്രദേശത്തെ കുടിവെള്ളക്ഷാമവും കാർഷിക ആവശ്യത്തിനുള്ള വെള്ളവും നൽകാൻ സാധിക്കും. മലപ്പുറം നഗരസഭ കേന്ദ്ര നഗരസഞ്ചയം ഫണ്ടിൽ 23 കോടി രൂപ ചെലവഴിച്ച ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള വ്യവസായ IT AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ 11-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ നിലവിലുള്ള നമ്പ്രാണികടവ്, മണൽക്കടവ് കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും നമ്പ്രാണികടവ് റെഗുലേറ്റർ നിർമ്മാണം എന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. 2019 പദ്ധതിക്ക് ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി നടപ്പിലാക്കി. ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ DPR തയ്യാറാക്കുകയും ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് 2 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും 1-ാം ഘട്ടത്തിനാവശ്യമായ 16.40 കോടി രൂപ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ടെൻഡർ നടപടികൾക്ക് ശേഷം 2022 ജൂൺ 25-ന് പ്രവൃത്തിസ്ഥലം കരാറുകാരന് കൈമാറി നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം 2022 സെപ്റ്റംബർ 24-ന് ബഹുമാനപ്പെട്ട അന്നത്തെ മലപ്പുറം MLA ആയിരുന്ന ശ്രീ ഉബൈദുള്ള സാഹിബ് നിർവഹിച്ചു. നമ്പ്രാണികടവ് റെഗുലേറ്ററിന് ആകെ 60 മീറ്റർ നീളവും പിയറുകൾക്ക് 17.80 മീറ്റർ ഉയരവുമുണ്ട്. റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന പരമാവധി ഉയരം 4.80 മീറ്റർ ആകുന്നു. യാന്ത്രികമായി പ്രവർത്തിപ്പിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയുള്ള ഒരു ഷട്ടറും 6 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിര തടയണയുമാണ് റെഗുലേറ്ററിലുള്ളത്. മുഴുവൻ സംഭരണശേഷിയിൽ 13 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ഏകദേശം 2100 മില്യൺ ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്നതാണ്. പിയർ, അബട്ട്മെന്റ്, ഏപ്രൺ, കട്ട് ഓഫ് വാൾ എന്നിവ അടങ്ങിയ പ്രധാന സിവിൽ പ്രവൃത്തികൾ, ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തികൾ, ജനറേറ്റർ കം വാച്ച്മാൻ റൂം നിർമ്മാണം പ്രവൃത്തികൾ, ഇലക്ട്രോണിക് പ്രവൃത്തികൾ എന്നിവയാണ് 1-ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 3 മാസ കാലയളവാണ് പ്രവൃത്തി സുഗമമായി നടപ്പിലാക്കാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശക്തമായ വേനൽ മഴകൾ, തൊഴിലില്ലായ്മ മൂലം സൈറ്റിലെ പരിമിതികൾ തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പ്രവൃത്തി നിർത്തിവെക്കേണ്ടതിന് കാരണമായി. 2026 മെയ് 15-ന് 1-ാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ചു. പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ പണ്ടേക്കാലത്തോളം കഷ്ടതകൾ അനുഭവിച്ചിരുന്ന നമ്പ്യാനി, മണൽക്കടവ് കുടിവെള്ള പദ്ധതികൾക്കാണ് പ്രധാനമായും ഗുണം ലഭിക്കുന്നത്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ കാടുങ്ങൽ, ഊരകമ്മേൽ, കുട്ടശ്ശേരി കുടിവെള്ള പദ്ധതികൾക്കും കോട്ടയ്ക്കൽ, കുട്ടശ്ശേരി, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളുടെ അധീനതയിലുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കും ഏകദേശം 1500 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലസേചനത്തിനും ഈ പദ്ധതി ഉപകാരപ്പെടുത്തുന്നതാണ്. 2-ാം ഘട്ട പ്രവൃത്തിയിൽ റെഗുലേറ്ററിന്റെ മുകൾ ഭാഗത്തേക്കും താഴഭാഗത്തേക്കുമുള്ള പുഴയുടെ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 6.60 കോടി രൂപ അടങ്കൽ തുക വരുന്ന 2-ാം ഘട്ട പ്രവൃത്തി മലപ്പുറം മുനിസിപ്പാലിറ്റി അമൃത് വിഷൻ ഫണ്ട് വഴിയാണ് നേരിട്ട് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ ആകെ തുക 23 കോടി രൂപയാകുന്നു. പദ്ധതിയുടെ പൂർത്തീകരണ ഉദ്ഘാടനം 2026 ജൂലൈ 11-ന് തീരുമാനിച്ച പ്രകാരം IT AI വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കുന്നതാണ്.